ക്ലാസ്സിലെ വിദ്യാർത്ഥി 9ാം ക്ലാസ്സിലേക്ക് ജയിച്ചെന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ടില്ലല്ലോ. അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ശിവൻകുട്ടിയാണോ തീരുമാനിക്കുന്നത്? പരീക്ഷ പേപ്പർ നോക്കണ്ടേ അവരെ? 10ലെ കുട്ടി ജയിച്ചല്ല 11ൽ പോകാൻ പറ്റുമോ? അവർക്ക് 10ലെ പുസ്തകം കൊടുത്തിട്ട് കാര്യമുണ്ടോ? എന്തെല്ലാം തുക്കളൊക്കെ പരിഷ്കാരങ്ങൾ ഇനി വെച്ചതല്ല. ആളുകളെ ബോധ്യപ്പെടുത്താണ് ഞങ്ങൾ പുസ്തകം നേരത്തെ അടിച്ചെന്നു. എന്റെ സുഹൃത്തുക്കളെ, മിക്കവാറും രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ കൂടിയിട്ട് ഈ CPM-ന് വീണ്ടും അധികാരത്തിൽ എത്തിക്കുമെന്നാണ് തോന്നിപ്പോകുന്നത്. ഇമാതിരി മയന്തുകളൊക്കെ നമ്മുടെ നിയമസഭയിലേക്ക് എത്തിയിട്ട് വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ, ഒപ്പം തന്നെ VD സതീശ് എന്ന് പറയുന്ന ഒരു കോമാളിത്തരം കാണിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയുണ്ട്. ഇദ്ദേഹമൊക്കെ നമ്മുടെ ഈ UDF-ന്റെ ഭാഗമായിട്ട് നിയമസഭയിലേക്ക് എത്തുകയും ഇവരൊക്കെ ഭരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എന്ന് ആലോചിച്ച്. ഇപ്പൊ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശിവൻകുട്ടിയെ കുറിച്ചിട്ടാണ്. അദ്ദേഹം അടുത്ത വർഷത്തേക്ക് ജയിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, ജയിക്കാൻ സാധ്യതയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളിലേക്ക് കൊടുക്കേണ്ട പുസ്തകങ്ങളുടെ അച്ചടിയെല്ലാം തീർന്നു എന്ന് പറഞ്ഞു. ഇനി പുസ്തകം വിതരണം ചെയ്യുക വേണ്ടുള്ളൂ, എല്ലാ സ്കൂളിലേക്കും വളരെ പെട്ടെന്ന് തന്നെ എത്തും. അതായത് പരീക്ഷ കഴിഞ്ഞിട്ടില്ല, റിസൾട്ട് എത്തിയിട്ടില്ല, അതിനു മുമ്പ് തന്നെ അടുത്ത വർഷത്തേക്കുള്ള പുസ്തകങ്ങൾ അച്ചടി കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. അതായത് പരീക്ഷ കഴിഞ്ഞ് അവർക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ജയിച്ചവർക്ക് പോയിട്ട് അത് വാങ്ങിക്കാൻ കഴിയും. അല്ലാതെ കഴിഞ്ഞ അബ്ദുറബിന്റെ കാലഘട്ടത്തിൽ ഈ ഓണപ്പരീക്ഷ കഴിഞ്ഞിട്ട് ഓണപ്പരീക്ഷയ്ക്കുള്ള പാഠപുസ്തകങ്ങൾ ഇറക്കുക, ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ട് ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ള പാഠപുസ്തകങ്ങൾ ഇറക്കുക എന്നീ പറയുന്ന പരിപാടിയല്ല ഇപ്പോൾ നടക്കുന്നത്. എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് അർത്ഥം. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കാര്യം മുന്നോട്ട് പോകുമ്പോൾ അതൊന്നും ഇവർക്ക് ഇഷ്ടമാവുന്നില്ല, താല്പര്യമാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പറയുന്നത് ഇത് തുഗ്ലക്കിന്റെ പരിഷ്കാരം എന്നാണ്. എന്തിനാണ് ഇവർ തുഗ്ലക്കിന്റെ പരിഷ്കാരം എന്ന് പറഞ്ഞിട്ട് വിശേഷിപ്പിച്ചത്? കുട്ടികൾക്കുള്ള പാഠപുസ്തകം നേരത്തെ കാലത്ത് അച്ചടിച്ചു വെച്ചതിനോ? ജയിക്കാൻ സാധ്യതയുള്ള കുട്ടികൾക്ക് ജയിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എൻ്റെ പൊന്നു സുഹൃത്തെ ഇത് വിതരണം നടത്തുകയുള്ളൂ. ഇതുപോലും ഒരു സാമാന്യ ധാരണയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ബോധമില്ല എങ്കിൽ അവരൊക്കെ നമുക്ക് വേണമെങ്കിൽ കോൺഗ്രസ്സുകാരാണെന്നും അല്ലെങ്കിൽ ഭാവിയിലെ BJP-കാരെന്നൊക്കെ വിളിക്കുക. കാരണം ഇവരൊക്കെ എപ്പോഴാണ് പോവാന്നറിയില്ല. ഒരു സീറ്റ് എങ്ങാനും കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം പോവും BJP-യിലേക്ക് എന്നൊക്കെ വിളിച്ചു പറയുന്ന സുധാകരൻ ചേട്ടനെ പോലുള്ള ആളുകളൊക്കെ ഇപ്പോഴും അതേപോലെ അടപടലം മൂഞ്ചിട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേര് കൂടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. എന്തായാലും ഇത് കോൺഗ്രസിന് നാണക്കേട് ഉണ്ടാക്കുന്ന പ്രസ്താവനയാണ് ഇപ്പോഴീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിലേക്ക് ജയിച്ചോ ഇല്ലയെന്ന് അറിയാതെയാണ് പാഠപുസ്തകം കൊടുത്തോണ്ടിരിക്കുന്നത്. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി 9ാം ക്ലാസ്സിലേക്ക് ജയിച്ചെന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ടില്ലല്ലോ. അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ശിവൻകുട്ടിയാണോ തീരുമാനിക്കുന്നത്? പരീക്ഷ പേപ്പർ നോക്കണ്ടേ അവരെ? 10ലെ കുട്ടി ജയിച്ചല്ല 11ൽ പോകാൻ പറ്റുമോ? അവർക്ക് 10ലെ പുസ്തകം കൊടുത്തിട്ട് കാര്യമുണ്ടോ? എന്തെല്ലാം തുക്കൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇങ്ങനത്തെ കുത്തിരിക്കല്ലേ, ഇങ്ങനത്തെ കുത്തിരിക്കുക. ഒരു തരത്തിലും നിയമസഭ നിങ്ങളൊരു പ്രതിപക്ഷമായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായാൽ മതി. അതിന് ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട്, ജനാധിപത്യ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രതിപക്ഷമായിട്ട് അവിടെ എവിടെയെങ്കിലൊക്കെ കുത്തിരിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനപ്പുറത്തേക്കുള്ള പ്രവർത്തികളൊന്നും നിങ്ങൾ ചെയ്തു പോരുത്. കാരണം അത് വലിയ നാണക്കേട് ഉണ്ടാക്കും എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. ഒരു കാര്യം കൂടി, ഒരു വീഡിയോ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുണ്ടായിരുന്നു. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെയായിരുന്നു. അതൊന്ന് കേൾക്കാം. സമയത്ത് പുസ്തകം കൊടുക്കുന്ന നല്ല കാര്യം. പക്ഷെ ഈ പാഠപുസ്തകങ്ങളുടെ കരിക്കുലം ഫ്രെയിം ചെയ്യുന്ന കാര്യത്തിലൊക്കെ ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത് ഈ ഗവൺമെന്റ്. ഒരു ഒന്നാലോചിക്ക്, എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്തണം. ഇതിന്റെ കരിക്കുലം ഫ്രെയിം ചെയ്തതിന്റെ ഭാഗമായിട്ട് എന്റെ സുഹൃത്തെ കരിക്കുലൊക്കെ ഫ്രെയിം ചെയ്തത് ഈ അടുത്ത വർഷം കഴിഞ്ഞ വർഷമല്ല. ഇതിലൊന്നും പറയണ്ട, ബാക്കി കേൾക്കാം. വരുത്തിയിട്ടില്ല. അതിലെല്ലാം ഭയങ്കര പരാജയമാണ്. പുസ്തകം അടിച്ചു കൊടുത്താൽ പോരല്ലോ, കാലത്തിനനുസരിച്ചുള്ള മാറ്റം പാഠപുസ്തകത്തിൽ വരുത്തണ്ടേ? സിലബസിന്റെ കരിക്കുലം ഒക്കെ ഫ്രെയിം ചെയ്യുന്നതിൽ ദയനീയമായ പരാജയമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല. അത് വലിയ കംപ്ലൈന്റ് ആണുള്ളത്. അത് പണ്ട് മുതലേ കൊടുത്തുകൊണ്ടിരിക്കുന്ന പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത് ക്രെഡിറ്റ് ആയിട്ട് എടുക്കണ്ട. കൊടുത്ത നല്ല കാര്യം, ഞാൻ അതിനെ വിമർശിക്കൊന്നുമില്ല. സമയത്ത് പുസ്തകം കൊടുക്കുന്ന നല്ല കാര്യം. പക്ഷെ ഈ പാഠപുസ്തകങ്ങളുടെ കരിക്കുലം ഫ്രെയിം ചെയ്യുന്ന കാര്യത്തിലൊക്കെ ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത് ഈ ഗവൺമെന്റ്. ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതിലെല്ലാം ഭയങ്കര പരാജയമാണ്. പുസ്തകം അടിച്ചു കൊടുത്താൽ പോരല്ലോ, കാലത്തിനനുസരിച്ചുള്ള മാറ്റം പാഠപുസ്തകത്തിൽ വരുത്തണ്ടേ? ഈ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളെല്ലാം പാഠപുസ്തകത്തിൽ വരുത്തിയിട്ടാണ് ഇപ്പോൾ ഈ പാഠപുസ്തകങ്ങളെല്ലാം നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. ആ കരിക്കുലം വ്യത്യാസവും അതിൽ വരുന്ന പാഠപുസ്തക മാറ്റങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 50 പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന VD സതീശനെ പോലുള്ള ആളുകൾ
ഇടയ്ക്ക് 50 പുസ്തകത്തിന് ഇടയ്ക്ക് കഴിയുമെങ്കിൽ തൊട്ടടുത്തുള്ള വീട്ടിലോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലോ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ആ പാഠപുസ്തകം ഒന്ന് മറച്ചു നോക്കാവുന്നതാണ്. നിങ്ങൾ ആ മേഖലയിലേക്കൊന്നും എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെ കുട്ടികളെ മേഖലയിലേക്ക് അവർ പഠിക്കുന്ന പുസ്തകം ഏതാണ്, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ അന്വേഷിച്ചിട്ടേ ഉണ്ടാവില്ല. കഴിഞ്ഞ മുമ്പത്തെ വർഷം മുതലുള്ള 3ാം ക്ലാസ്സും അങ്ങനെ കൃത്യമായിട്ട് ഉള്ള ഇടവേളകളിൽ മാറ്റം വരുത്തേണ്ട പുസ്തകങ്ങളൊക്കെ കാതലായിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എൻ്റെ നാട്ടുകാരൻ തന്നെ ആയിട്ടുള്ള വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വേണമെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് കമ്മി എന്നൊക്കെ വിളിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തൊക്കെ 3ാം ക്ലാസ്സിലെങ്ങാണ്ടൊക്കെ പാഠപുസ്തകത്തിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയണമെങ്കിൽ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കണം, ഈ ഒരു ലോകത്ത് ജീവിക്കണം, കേരളത്തിൽ ജീവിക്കുക മാത്രമല്ല ഈ കുഞ്ഞുങ്ങളെ പുസ്തകങ്ങളെങ്കിലും, മറ്റു പുസ്തകമൊന്നും വായിക്കുന്നില്ല അപ്പോൾ ബോധ്യമായി, കുഞ്ഞുങ്ങളെ പുസ്തകങ്ങളെങ്കിലും വല്ലപ്പോഴൊക്കെ എടുത്തൊന്ന് മറച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ധാരണയൊക്കെ കിട്ടുമെന്നുള്ളതാണ്. ഇതൊന്നുമില്ല ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ ഇത്തരം ആളുകൾക്ക് എന്നുള്ളതാണ്. എന്തായാലും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് ആകെ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളോട് റിക്വസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത്തരം ആളുകളൊക്കെ സമയത്തിന് പുസ്തകം കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം, സമയത്തിന് പുസ്തകം കൊടുത്തു കഴിഞ്ഞില്ലെങ്കിൽ പ്രശ്നം, ഇനി പുസ്തകം അച്ചടിച്ച് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം. കാരണം ഇവരെ കാലഘട്ടത്തിലെ ഒരു ദൃശ്യം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നിങ്ങളത് കാണേണ്ടത് തന്നെ എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. അത് ഭീകരമായ ദൃശ്യമാണ് കേട്ടോ. ഇതാണ് ഇവരെ കാലഘട്ടത്തിലെ ഒരു ദൃശ്യം. പാഠപുസ്തകങ്ങൾ ഇവന്മാരുടെ ടീം കീറി വലിച്ചെറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഓരോ പേജും തപ്പി നടക്കുന്ന കുട്ടികളുടെ ദൃശ്യം നിങ്ങൾക്ക് കാണാം. ഇത് ഇവരെ കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്, നമ്മുടെ കേരളത്തിൽ സംഭവിച്ചതാണ്. ഇവരിങ്ങനെയാണ്, പഠിപ്പിക്കില്ല, തിന്നില്ല തീറ്റിക്കില്ല എന്നൊക്കെ പറയില്ലേ. പഠിക്കേണ്ട പുസ്തകങ്ങൾ കയ്യിലുണ്ടായിട്ട് അത് കീറിപ്പറഞ്ഞ് ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങളുടെ പുസ്തകങ്ങൾ കീറി വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഇവർക്കെന്ത് പാഠപുസ്തകം, ഇവർക്കെന്ത് വിദ്യാഭ്യാസം, ഇവർക്കെന്ത് കുഞ്ഞുങ്ങൾ? ഈ പറഞ്ഞ പരിപാടിയൊന്നും ഈ കോൺഗ്രസ് ഇറക്കില്ല. അവർക്ക് എങ്ങനെയെങ്കിലൊക്കെ നക്കണം തിന്നണം എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് മാത്രമില്ല. ഇപ്പോഴിതാ നമ്മുടെ ശബരിമലയുടെ ഒപ്പം നടന്നിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPക്കാരൊപ്പം നടന്നിട്ട് എങ്ങനെയാണ് ഇതൊരു 4 വോട്ട് കോൺഗ്രസിന് കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഇവരിപ്പോൾ വിശ്വാസികളൊപ്പമൊക്കെയാണ് കോൺഗ്രസ്സുകാർ. അതായത് അങ്ങനത്തെ ഒരു പദ്ധതി, അങ്ങനത്തെ ഒരു പരിപാടി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ, ഞങ്ങൾ വിശ്വാസികളൊപ്പമാണെന്നുള്ളൊരു പരിപാടി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ 4 വോട്ട് കിട്ടാനുള്ളത് കിട്ടുകയില്ലല്ലോ എന്നുള്ള തോന്നലൊക്കെയാണ് ഇവർക്ക് വന്നിട്ടുള്ളത്. അതായത് ശബരിമല ഇവിടെ രാമക്ഷേത്രം പോലെ BJPക്കാർ ഉപയോഗിക്കുമ്പോൾ അവിടെ എങ്ങനെയാണോ കോൺഗ്രസ്സുകാർ അതിനൊപ്പം തന്നെ കൂട്ടുന്നത്, അല്ലേ, ആ ഒരു ബാബറി മസ്ജിദ് പൊളിക്കാൻ വേണ്ടി നിശബ്ദമായി കൂട്ടുന്നത് എങ്ങനെയാണോ, അതേപോലെ തന്നെ ശബരിമല വിഷയം ഇവിടെ ഒരു രാമക്ഷേത്രം പോലെ എടുത്ത് ഉപയോഗിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് BJP എന്ന് പറയുന്ന ആ ഒരു വർഗങ്ങൾ. അതിനൊപ്പം നിൽക്കാനാണ് നമ്മുടെ ഈ കോൺഗ്രസ്സുകാരും ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അല്ലാതെ അതിൻ്റെ ഉള്ളിലുള്ളൊരു വർഗീയ അപകടത്തെക്കുറിച്ചിട്ട് യാതൊരുവിധ ബോധവും ഈ ഒരു ടീമിനില്ല. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞു വെച്ചത്, ഈ ടീമൊക്കെയാണ് നമ്മുടെ കേരളം ഭരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇവരെ സഹായത്തോട് കൂടിയിട്ട് പിണറായി വിജയൻ 3.0 എന്ന് പറയുന്ന 3.0 എന്നൊക്കെ പറയുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് വീണ്ടും എത്തുമെന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. ബൈ.